ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഹരീഷിനെയും ശ്രീലക്ഷ്മിയെയും കാണാനായി അവരുടെ വീട്ടിലേക്ക് ചെന്നിരിക്കുന്ന വേണുവിനെയാണ്. മോൻ മനസ്സിലൊന്നും കരുതണ്ടെന്നും നിങ്ങൾക്ക് എന്തിനും ഏതിനും സഹായത്തിനായി ഈ അച്ഛനുണ്ടാകുമെന്നും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരാനും പറഞ്ഞുകൊണ്ട് വേണു അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് അപ്പുവിനെയാണ്. അപ്പു ഋതികയെ വിളിക്കുന്നതാണ് കാണിക്കുന്നത്. എന്താ അപ്പു, എന്ത് പറ്റിയെന്ന് ഋതിക ചോദിക്കുമ്പോൾ അത് പിന്നെ ചേച്ചി, ഞാനൊരു വലിയ പ്രശ്നത്തിലാണെന്നും എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് വന്ന് രക്ഷിക്കണമെന്നും പറഞ്ഞുകൊണ്ട് കരയുകയാണ് അപ്പു. എന്താ അപ്പു, എന്താ ഉണ്ടായത്, നീ പറയുമ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം അപ്പു ഋതികയോട് പറയുന്നു. അതേസമയം ഇതെല്ലാം മറഞ്ഞു നിന്ന് കേൾക്കുകയാണ് ദീപക്. അപ്പു, നീ ഇപ്പോൾ എവിടെയാ ഉള്ളതെന്ന് ഋതിക ചോദിക്കുമ്പോൾ ഒരു പ്ലൈവുഡ് ഫാക്ടറിയാണിതെന്നാ തോന്നുന്നതെന്ന് അപ്പു പറയുന്നു. ശരി അപ്പു, ഞാൻ എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് എത്താമെന്ന് പറഞ്ഞുകൊണ്ട് ഋതിക കോള് കട്ട് ചെയ്യുകയും തുടർന്ന് രാജുവിനെ വിളിക്കുകയും ചെയ്യുന്നു. രാജു, ഒരു വലിയ പ്രശ്നമുണ്ട്, എത്രയും പെട്ടെന്ന് ജംഗ്ഷനിലേക്ക് വാ, ഞാൻ കാറിൽ അങ്ങോട്ടേക്ക് എത്തിയേക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഋതിക കോൾ കട്ട് ചെയ്യുന്നു. തുടർന്ന് തൻ്റെ കാറും എടുത്തുകൊണ്ട് ഋതിക ജംഗ്ഷനിലേക്ക് പോവുകയും അവിടെ നിന്ന് രാജുവിനെ കാറിലേക്ക് കയറ്റുകയും ചെയ്യുന്നു. അതേസമയം ഇവരെ പിന്തുടർന്ന് ചെല്ലുകയാണ് ദീപക്. എന്താ മേഡം, എന്താ ഉണ്ടായതെന്ന് രാജു ചോദിക്കുമ്പോൾ അത് പിന്നെ അപ്പു ഇപ്പോൾ ഒരു പ്രശ്നത്തിൽ പെട്ടിരിക്കുകയാണെന്നും അപ്പുവിൻ്റെ കൂട്ടുകാരിക്കൊരു പ്രേമമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ആ കുട്ടിയുടെ പിറന്നാളായിരുന്നു. അന്നത്തെ ദിവസം ആ പയ്യൻ അവൾക്ക് കുറച്ച് ഗോൾഡ് കൊടുത്തിരുന്നു. ആ ഗോൾഡ് ഇട്ടുകൊണ്ടാ ഇന്ന് അപ്പുവും ആ കുട്ടിയും കൂടി പുറത്തു പോയ സമയത്ത് കുറച്ച് പേര് വന്ന് അവരെ തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. അതിന് മേഡം അപ്പുവിനെ തട്ടിക്കൊണ്ടു പോകുന്നത് എന്തിനാ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് രാജു പറയുമ്പോൾ എനിക്കും ഒന്നും മനസ്സിലാകുന്നില്ലെന്നും അവരേതോ ഒരു ഗോഡൌണിലാണ് ഉള്ളതെന്നാ പറഞ്ഞതെന്നും ഋതിക പറയുന്നു. എന്നാ മേഡം പെട്ടെന്ന് വണ്ടി ഓടിക്ക്, നമുക്ക് പെട്ടെന്ന് അവരെ രക്ഷിക്കണമെന്ന് രാജു പറയുന്നു. പിന്നീട് കാണിക്കുന്നത് അപ്പുവിനെ കെട്ടിയിട്ടിരിക്കുന്നതാണ്. അപ്പുവിന്റെ കഴുത്തിൽ പിടിമുറുക്കിക്കൊണ്ട് ഒരു ഗുണ്ട ചോദിക്കുകയാണ്, നീ നേരത്തെ കെട്ടുപൊടിച്ച് എങ്ങോട്ടേക്കാടി പോയത്, ആരെ വിളിക്കാനാ നീ പോയത്, നിന്നെ രക്ഷപ്പെടുത്താനായി ആരെങ്കിലും ഇങ്ങോട്ടേക്ക് വന്നാലേ അവരും ജീവനോടെ പോകില്ല. പിന്നീട് കാണിക്കുന്നത് അപ്പുവിന്റെ കൂട്ടുകാരുടെ കാമുകന്റെ കഴുത്തിന് പിടിക്കുന്ന ഗുണ്ടയെയാണ്. നമ്മള് നിന്നെ ഈ ഗ്യാങ്ങിൽ ചേർത്തപ്പോൾ എന്താ പറഞ്ഞതെന്നൊക്കെ നിനക്ക് നന്നായി ഓർമ്മയുണ്ടല്ലോ എന്ന് ഗുണ്ട ചോദിക്കുമ്പോൾ ആ പയ്യൻ പറയുകയാണ്, അതെ എനിക്ക് ഓർമ്മയുണ്ട്, സ്നാച്ചിങ് ചെയ്ത് കിട്ടുന്ന ഗോൾഡ് എല്ലാം തന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് അണ്ണനെ ഏൽപ്പിക്കണമെന്ന്. ഇത് കേൾക്കുന്ന ഗുണ്ട പറയുകയാണ്, അതെ, വഴിയോരങ്ങളിലും വീടിന്റെ മുറ്റത്തും ഒക്കെ നിൽക്കുന്നവരുടെ കഴുത്തിലെ മാല പൊട്ടിച്ച് എൻ്റെ കൈ കൊണ്ട് തരണമെന്ന്. അതല്ലായിരുന്നോ നമ്മൾ തമ്മിലുള്ള ഡീല്? പക്ഷേ നീ എന്താടാ ചെയ്തത്, കിട്ടിയ സ്വർണമെല്ലാം നിന്റെ കാമുകിക്ക് നീ ഗിഫ്റ്റായിട്ട് കൊണ്ട് കൊടുത്തല്ലേ. തന്നെ ഒരു അറുതി വരുത്താൻ വേണ്ടി മനഃപൂർവ്വം തന്നെയാ നിന്നെയും ഇവളുമാരെയും തിയേറ്ററിൽ നിന്നും ഞങ്ങളങ്ങ് പൊക്കിയത്. തുടർന്ന് അയാൾ അപ്പുവിൻ്റെ അടുത്തേക്ക് ചെന്ന് പറയുകയാണ്, ഈ കാര്യത്തിൽ നീ നിരപരാധിയാണെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷേ എന്ത് ചെയ്യാം, ഇവന്റെ കാമുകിയുടെ ഉറ്റതോഴിയായി നീയും അവരുടെ ഒപ്പം ഉണ്ടായിരുന്നില്ലേ. അതേസമയം തന്നെ രാജുവും ഋതികയും അങ്ങോട്ടേക്ക് എത്തിയിരിക്കുകയാണ്. ഞങ്ങളോട് ക്ഷമിക്കണമെന്നും ഞങ്ങളെ വെറുതെ വിടണമെന്നും കരഞ്ഞുകൊണ്ട് പറയുകയാണ് അപ്പുവിന്റെ കൂട്ടുകാരിയുടെ കാമുകൻ. എന്താണെങ്കിലും നിന്നെ കൊല്ലാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ ഈ രണ്ട് പെണ്ണുങ്ങളെ ഞങ്ങൾ നല്ല ഇന്റർനാഷണൽ വിലയ്ക്ക് തന്നെ വിൽക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇതൊക്കെ കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് രാജുവും ഋതികയും ദീപക്കും. തുടർന്ന് രാജു പറയുകയാണ്, മേഡം എന്താണെങ്കിലും ആദ്യം അകത്തേക്ക് കയറി ചെല്ല്, മിനിസ്റ്ററുടെ മകളാണെന്നും ഇവരെ വെറുതെ വിടണമെന്നും മേഡം ചെന്ന് പറ. രാജു, എനിക്ക് പേടിയാണെന്ന് ഋതിക പറയുമ്പോൾ എന്തിനും ഞാനൊപ്പമുണ്ടെന്ന് പറഞ്ഞ് രാജു ഋതികയ്ക്ക് ധൈര്യം നൽകുകയാണ്. തുടർന്ന് ഋതിക അപ്പുവിൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുമ്പോൾ ആ ഗുണ്ടകൾ ഋതികയുടെ അടുത്തേക്ക് വരികയാണ്. നീ ആരടിയെന്ന് അവർ ചോദിക്കുമ്പോൾ മിനിസ്റ്റർ പ്രതാപ് വർമ്മയുടെ മകളാണെന്ന്, ഇതിലൊരാൾ എൻ്റെ അനിയത്തിയാണെന്നും ഞാൻ അവളെ കൊണ്ടുപോകാനാ വന്നതെന്നും ഋതിക പറയുന്നു. നീ കൊണ്ടുപോകുന്നത് ഞങ്ങൾക്കൊന്ന് കാണണമല്ലോ എന്ന് ഗുണ്ട പറയുമ്പോൾ ഇപ്പോൾ ഒരു വണ്ടി വരുമെന്നും ഇവളെ നമുക്ക് അതിനകത്ത് കയറ്റി വിടാമെന്നും മറ്റൊരു ഗുണ്ടയും പറയുന്നു. തുടർന്ന് അവർ ഋതികയെ കെട്ടിയിടാൻ ഒരുങ്ങുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ചെല്ലുന്ന രാജു അവരെല്ലാം അടിച്ച് താഴെ വീഴ്ത്തുന്നതാണ് കാണിക്കുന്നത്. തുടർന്ന് അവരെ രണ്ടിനെയും അവിടെ കെട്ടിയിട്ടതിന് ശേഷം രാജുവും ഋതികയും അപ്പുവിനെയും മറ്റുള്ളവരെയും രക്ഷപ്പെടുത്തിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. തുടർന്ന് അവനെ പോലെ ഒരാളെ പ്രണയിച്ചതിന് രാജു അപ്പുവിൻ്റെ കൂട്ടുകാരിക്ക് കണക്കിന് കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. തുടർന്ന് അപ്പു തൻ്റെ കൂട്ടുകാരുടെ മുഖമടക്കി ഒന്ന് കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. നിന്നോടൊക്കെ ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇങ്ങനെ ഒരു തല്ലിപ്പൊളി പ്രേമം വേണ്ടെന്ന്, ഇപ്പോൾ നീ കാരണം കണ്ടില്ലേ എനിക്കും കൂടി ആപത്ത് വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഋതികയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുകയാണ് അപ്പു. പിന്നീട് കാണിക്കുന്നത് ദീപക് ആ ഗുണ്ടകളുടെ കയ്യിലെ കെട്ടഴിച്ചു വിട്ടതിന് ശേഷം അവരുടെ നമ്പർ വാങ്ങിക്കുന്നതാണ്. അങ്ങനെ ഗുണ്ടകള് ജീവനും കൊണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് രാജുവും ഋതികയും അപ്പുവിനെ കൊണ്ട് വീട്ടിലേക്ക് പോകുന്നതാണ്. അല്ല രാജുവേട്ടാ, ഞാനിപ്പോൾ ഒരാഴ്ച മുമ്പ് എന്തിനാ ഹോസ്റ്റലിൽ നിന്ന് വന്നതെന്ന് എല്ലാവരും ചോദിക്കില്ലേ. പിന്നെ സൂര്യമംഗലം തറവാട്ടിലെ സരസ്വതി തമ്പുരാട്ടിയെ കാണാനായി ഒരാഴ്ച മുമ്പ് ലീവ് എടുത്ത് വന്നതാണെന്ന് പറഞ്ഞാൽ മതിയെന്ന് രാജുവും ഋതികയും പറയുന്നു. അല്ല, അതിനാരാ ഈ തമ്പുരാട്ടിയെന്ന് ചോദിക്കുമ്പോൾ ഇത് കേട്ട് പൊട്ടിച്ചിരിക്കുകയാണ് രാജുവും ഋതികയും. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.